നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീലിന് ആരാധകർ കാത്തിരിക്കുന്ന മത്സരം നാളെയാണ്. ജപ്പാനാണല്ലോ എതിരാളികൾ. അപ്പോൾ റൗണ്ട് ഓഫ് 32 ആ കളിക്ക് ബ്രസീലിൻ്റെ സൂപ്പർ താരം റാഫിഞ്ഞ ഉണ്ടാവില്ല എന്ന കാര്യം കൺഫേംഡ് ആയിട്ടുണ്ട്. അദ്ദേഹം നോക്കൗട്ട് സ്റ്റേജ് ആകുമ്പോഴേക്കും തിരികെ വന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. അദ്ദേഹം മാക്സിമം പോയാൽ ക്വാർട്ടർ ഫൈനലോട് കൂടി തിരിച്ചെത്തുമെന്ന്. ഇപ്പോഴിതാ ബ്രസീൽ മാധ്യമം ഗ്ലോബോ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലൊരു സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ് നൽകുന്നു. ഗ്രേഡ് 1 ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് താരത്തിനുള്ളത്. റാഫിഞ്ഞ ടീമിനോടൊപ്പം ജപ്പാനെതിരെ കളിക്കാനായി ഹൂസ്റ്റണിലേക്ക് ട്രാവൽ ചെയ്യുന്നില്ല. മറിച്ച് അദ്ദേഹം ടീമിൻ്റെ ബേസ് ക്യാമ്പായിട്ടുള്ള ന്യൂജേഴ്സിയിൽ തന്നെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഫിസിയോതെറാപ്പിയും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. നെയ്മറുടെ കാര്യത്തിൽ ഇതാണ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, രണ്ടാമത്തെ മത്സരത്തിന് ബ്രസീലിൻ്റെ ടീമിനോടൊപ്പം നെയ്മർ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ബേസ് ക്യാമ്പിൽ തന്നെ തുടർന്ന് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുകയായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ റാഫിഞ്ഞയും ചെയ്യാൻ പോകുന്നത്. റാഫിഞ്ഞയുടെ കാര്യത്തിൽ വേസ്റ്റ് സെനാരിയോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്വാർട്ടർ ഫൈനൽ മത്സരം വരെ തിരികെ എത്തിയേക്കില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് വേസ്റ്റ് സെനാരിയോ ആണ്. റൗണ്ട് ഓഫ് 16 ആകുമ്പോഴേക്കും അദ്ദേഹം എത്താനുള്ള സാധ്യതയുണ്ട്. ഈ മത്സരം ജപ്പാനെതിരെ വിജയിച്ചാൽ ബ്രസീൽ വിജയിക്കുകയാണെങ്കിലാണ് ഇതൊക്കെ ഇഫ് ഇട്ടിട്ടാണ് നമ്മൾ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ജപ്പാനെതിരെ വിജയിച്ചാൽ പിന്നെ റൗണ്ട് ഓഫ് 16 മത്സരം അതും ഒരു പക്ഷേ റാഫിഞ്ഞയ്ക്ക് നഷ്ടമായേക്കാം, അല്ലെങ്കിൽ അതിൽ കളിക്കാനുള്ള സാധ്യതയുമുണ്ട്. മാക്സിമം പോയാൽ ക്വാർട്ടർ ഫൈനൽ മത്സരത്തോടു കൂടി അദ്ദേഹം തിരികെ എത്തും. അതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. റാഫിഞ്ഞയുടെ കാര്യത്തിൽ അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്, അദ്ദേഹം തിരികെ എത്തുക എന്നുള്ളത്. ബ്രസീൽ ടീമിന് വലതു പാർശ്വത്തിൽ ഇപ്പോൾ റയാനാണ് അദ്ദേഹത്തിന് പകരം കളിച്ചത്. മോശമില്ലാത്ത പ്രകടനം നടത്തിയിട്ടുണ്ട്. എനിവേ റാഫിഞ്ഞയുടെ മടങ്ങി വരവ് ആരാധകർ കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.